പറയട്ടെ. ഹലോ ഗൈസ്, വെൽക്കം ടു സാജ് മീഡിയ. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ വീട്ടിലൊരു ജിമ്മ് സെറ്റ്. ഞങ്ങൾക്ക് ഓൾറെഡി ജിമ്മ് മുകളിലുണ്ടായിരുന്നു, 3rd ഫ്ലോറിലായിരുന്നു. അപ്പോൾ അത് ഫസ്റ്റ് ഫ്ലോറിലുണ്ടായിരുന്നു. ബെഡ്റൂമിലെ ബെഡും സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി അത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള പരിപാടി. ബെഡെല്ലാം മാറ്റി അത് താഴെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് ഇനി വേണം എല്ലാം സെറ്റ് ചെയ്യാൻ. ഭയങ്കര പ്രോസസ്സാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളുടെ റൂം കാണിക്കും. ഇതാണ് റൂം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ജിമ്മ് ഭയങ്കര ഹെവി സാധനം ആയതുകൊണ്ട് ഞാൻ താഴെ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. സി ഇതിനെന്താ പറയണോ ഈ സാധനത്തിന്? മാറ്റ്. ഒരു ചെറിയ മാറ്റ് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ മാറ്റിന്റെ മുകളിൽ ഒരു വുഡ് വെച്ചു. ഈ വുഡ് ഇതിപ്പോ വെയിറ്റ് ഇരിക്കുന്നതുകൊണ്ട് ഫ്ലോറിന് പ്രശ്നം വരായിരിക്കും. അതിന്റെ മുകളിൽ ഒരു ഇത് വേറൊരു മാറ്റാണ്, കാർപ്പറ്റ്. ഇത് കാർപ്പറ്റും കൂടി വെച്ചു. അപ്പൊ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കുറച്ച് ഫിക്സ് ആയിട്ട് ഇരുന്നോളൂ. ഇനിയാണ് അടുത്ത വലിയ പ്രോസസ്സ്. അത് ഒരു എങ്ങനെ ചെയ്യുന്നത് ഭയങ്കര കൺഫ്യൂഷനാണ്. ഒരു പ്രാവശ്യം ചെയ്തതാണ്, രണ്ടാമത് പ്രാവശ്യം ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ബൈ. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. നേരത്തെ ഫിക്സ് ചെയ്തായിരുന്നു. മുകളിൽ നിന്ന് എല്ലാം താഴോട്ട് കൊണ്ടുവന്നപ്പോൾ മാക്സിമം അഴിച്ച് ഒഴിവാക്കാതെ വെച്ചിട്ടുണ്ട് കുറേ സാധനങ്ങളൊക്കെ. പിന്നെ അത്രയും പാക്ക് ചെയ്യുന്നത് വീണ്ടും ഫിക്സ് ചെയ്യുന്നത് ഒഴിവാക്കാമല്ലോ. പക്ഷെ ഒരു രക്ഷയില്ലാത്ത സാധനങ്ങൾ മൊത്തം അഴിച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഫിക്സ് ചെയ്യണം എന്നുള്ളത് ഒരു ഭയങ്കര ടാസ്ക്കാണ്. നോക്കട്ടെ. ഫൗണ്ടേഷൻ ഏറ്റവും താഴത്തെ പോർഷൻ ഈ വെച്ചിരിക്കുന്നത് കറക്റ്റ് ആണോ എന്നറിയില്ല. ഇതിൻ്റെ ബാക്കി പീസൊക്കെ എടുത്തിട്ട് വരാം. ഓക്കെ, ഇവിടെയാണ് നമ്മൾ വെയിറ്റ് വെക്കുന്ന ഒരു സാധനം. ഓക്കെ, ഇത് ഫിക്സ് ചെയ്യണം. ഇത് കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു, നോക്കട്ടെ ആക്ച്വലി. അപ്പോൾ ആദ്യം നമ്മൾ ഈ സാധനം വെച്ചു. പിന്നെ രണ്ട് സൈഡിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. ഇത് വെക്കുന്നതിൻ്റെ ഇത് ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ ഒരു സാധനം കൂടി വെക്കേണ്ടത്. അപ്പോൾ തൽക്കാലം ഇവിടെ വെച്ചോളൂ. ഇനി ഇത് വെച്ച് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് ഫ്രെയിം ആവും. ഓക്കെ, ആദ്യം നമ്മളൊരു ബേസിക് ഫിക്സിങ് ചെയ്തിട്ട് ഫുൾ ടൈറ്റ് ചെയ്യുന്നില്ല, ഒന്ന് ചെറുതാക്കി. ഇതിൻ്റെ പറഞ്ഞു വന്നപ്പോൾ സാധനങ്ങളൊക്കെ പെൻഡിങ് ആയാ. ചെയ്യാം. ആദ്യം ഒരു ഫ്രെയിം സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതായി. ഇനി ഇവിടെ ഒരു സാധനം കൂടി വരാനുണ്ട്, ഞാനത് എടുത്തിട്ട് വരാം. ബൈ. കുറച്ച് പാടാണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ബാക്കിൽ വരുന്ന വെയിറ്റ്. ഓക്കെ, ഇതാണ് നമ്മൾ പൊക്കേണ്ടത്. പക്ഷെ ഇത് ഒന്ന് വെച്ച് നോക്കട്ടെ, എൻ്റെ സൈസ് കറക്റ്റ് ആണോ. വെച്ച് ഓക്കെ, ബാക്കിൽ സ്പേസ് കുഴപ്പമില്ല. ഒരു ട്രയലായിരുന്നു. ബാക്കിൽ കുറച്ചും കൂടി നീക്കാണെങ്കിൽ അല്ലേ? കുറച്ച് നീക്കാം. ഇനി ഇത് കുറച്ച് ഇതിലും ഭേദം പുതിയത് വാങ്ങിയിട്ട് ഇത് അവരെടുത്തിട്ട് വന്ന് അവർ ഫിക്സ് ചെയ്ത് തന്നെ. അതെ, അല്ല ഞാൻ പറയാം, അത് ശരിയാണല്ലോ. ഇത് നമുക്ക് അങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഓക്കെ, ചെറിയൊരു ഗ്യാപ്പ് കിട്ടി. ഇവിടെ ഒരു അവിടെ ഇല്ലാന്ന് തോന്നുന്നു. സ്ക്രൂ പോടുമ്പോ ഇവിടെ ആക്ച്വലി ഒരു മിസ്സിങ് തൽക്കാലം ചെയ്യടാ. ഓ അയ്യോ, വെറുതല്ല. അയ്യോ, ഈ സാധനം ഫിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് എക്സ്ട്രാ സ്പേസ് മനസ്സിലാവില്ല. ഓക്കെ, ഒരു സൈഡ് ഫിക്സ് ആയി. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ,
ഗ്രേറ്റ് ജോബ്. സാർ ഇപ്പം എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ ബാറുകളൊക്കെ ഇതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യണം. ഓരോരോ സ്റ്റെപ്പായിട്ട്. കുറേ ബാറുണ്ട്. ഇത്രയും സാധനങ്ങളൊക്കെ പൊക്കി കഴിഞ്ഞു നമ്മളിവിടെ മിസ്റ്റർ ജപ്പാനാണ്. നാളത്തെ അവസ്ഥ എന്താണോ? ഫിക്സ് ആയി വേണമെന്നുണ്ടോ? കൂടി ഇനി വരേണ്ടി വരുമുണ്ടോ? ഈ സാധനം എവിടെ വെക്കേണ്ടത്? നിങ്ങൾ ഭയങ്കര കൺഫ്യൂഷൻ. മുകളിലാണോ ഇത്? അത് വെക്കേണ്ടത് ഒരു ഐഡിയ കിട്ടില്ല. ഫോട്ടോ നോക്കിയാലോ? ഫോട്ടോ ഫോട്ടോയില് കാണുന്നില്ലേ? ഭൂഷണം കണ്ടില്ല. അതൊക്കെ അത് വെച്ചു. ഇനി അങ്ങ് അടുത്ത് ഈ സാധനം വെച്ചോ നമ്മളുടെ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും നമ്മൾ തട്ടുമില്ല. എന്തായി ഫിക്സിങ്? ഫിക്സിങ് ഒരു സ്കെലിട്ടൺ എന്നാണ് പറയുന്നത്. സ്കെലിട്ടനായി. ഇനി ഇതിൻ്റെ അകത്ത് ഈ കുറേ വയറുകളുണ്ട്. അതെങ്ങനെ ചെയ്യുന്നുള്ളതാണ് ഒന്നും കൂടി നോക്കേണ്ടത്. നേരത്തെ സാജല്ലേ ചെയ്തത്? അന്നൊരു മാനുവൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മാനുവൽ കാണാനില്ല. മാനുവലിൽ ഓരോ സ്ക്രൂഡിയും നമ്പർ ഉണ്ട്. അതൊക്കെ പോയി ഇപ്പോൾ. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? റൈറ്റ്. ഈസി അല്ല. നമുക്കൊരാളെന്ന് വന്നിരുന്നു. പക്ഷെ പുള്ളിക്ക് ഇത് ഫിക്സ് ചെയ്യാൻ അറിയില്ലാത്തതുകൊണ്ട് അവസാനം നമ്മൾ തന്നെ ചെയ്തു. ഒരു ജപ്പാൻകാരനെ വിളിച്ചിരുന്നു. അങ്ങേരാണെങ്കിൽ അയാൾ ചെയ്യുന്നു. പക്ഷെ അങ്ങേർക്ക് ഇതിനെപ്പറ്റി ഐഡിയ ഇല്ല. ഹെൽപ്പ് ചെയ്യാൻ അത് ഇത് അയക്കാൻ ഹെൽപ്പ് ചെയ്തു. പക്ഷെ അയക്കാൻ ഇപ്പോൾ ആർക്കും പറ്റില്ല. കുറേ സ്ക്രൂ ഊരിയാൽ മതി. തിരിച്ചതേമാതിരി ഫിറ്റ് ചെയ്യാനല്ലേ പാട്. കൊണ്ടിരിക്കുന്നല്ലേ. ഓക്കെ, തൽക്കാലം ഞാൻ നോക്കട്ടെ. ഇവിടെ കുറച്ചുകൂടി ഫിക്സ് ചെയ്യണം. ഇനി ഇതൊന്ന് ഫിക്സ് ചെയ്യണം. നമ്മുടെ ജിം അങ്ങനെ താഴേക്ക് മാറണല്ലോ. ജിമ്മ് താഴേക്ക് മാറാം. പക്ഷെ ഇതൊക്കെ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് കാര്യമില്ല. വളർന്നു വരുന്ന തലമുറയ്ക്ക് കുട്ടിയുടെ അഡ്വൈസ് എന്താണ്? ഫിറ്റ്നസ് അഡ്വൈസ്. ഹെൽത്ത് ആണ് വെൽത്ത്. ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് വെൽത്ത് ഉണ്ടാവും. അല്ലെങ്കിൽ ഉള്ള വെൽത്തൊക്കെ ഹെൽത്തിന് വേണ്ടി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് വേണമെന്നുള്ളത് തീരുമാനിക്കുക. അതിനനുസരിച്ച് ഒരു ജിമ്മൊക്കെ സെറ്റപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ജിമ്മിൽ പോവുകയോ. നമുക്ക് ജിമ്മിൽ പോകുന്നത് ഒരു ഓപ്ഷനാണ്. പക്ഷേ എപ്പോഴും അത് നമ്മുടെ ടൈമിങ്ങൊക്കെ മാച്ച് ആവാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഈവൻ ജിമ്മിൽ ചേർന്നിട്ടുണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി. പക്ഷേ ജിമ്മിൽ ഇൻ കേസ് പോകാൻ പറ്റാത്ത ദിവസം വീട്ടിൽ നിന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ട് മോട്ടിവേഷൻ ഉണ്ടാവും. ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ കുറച്ച് നേരം ജിമ്മ് എക്സസൈസ് ചെയ്യാൻ വിചാരിക്കുമ്പോൾ അപ്പോൾ ജിമ്മിൽ പോകാൻ പറ്റിക്കോണമെന്നല്ല. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് വീട്ടിൽ നമ്മൾ സെറ്റ് ചെയ്യും. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? ഓക്കെ, റൈറ്റ് ആണോ? കാലറി ഡെഫിസിറ്റിനെ പറ്റി സാജന്റെ അഭിപ്രായം എന്താ? കാലറി ഡെഫിസിറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്നതിനെ പറ്റി? കാലറി ഒക്കെ നോക്കി കഴിച്ചു കഴിഞ്ഞാൽ കുറേ കാലം ജീവിക്കാം. അല്ലെങ്കിൽ അടിച്ച് കാലറി മാത്രം അടിച്ച് കയറ്റി എക്സസൈസ് ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വേഗം തീരുമാനമാവും. ഇനി അടുത്തതാണ് കുറച്ചും കൂടി വലിയ സംഭവം. ഇതിപ്പോൾ എങ്ങനെ ഫിക്സ് ചെയ്യും? ഇപ്പം ഇവിടെ വെക്കുമെന്നൊരു ഐഡിയ ഇല്ല. ഇതിന് ചിലപ്പോൾ ഹെൽപ്പ് വേണ്ടിയിട്ടുണ്ടോ? ഓക്കെ, ബൈ. ഓക്കെ, നമ്മൾ ഈ ഹാൻഡിൽ ഫിക്സ് ചെയ്തു. മുകളിലത്തെ ആ റൂഫിൽ ആ സാധനം വെച്ചു. ഓൾമോസ്റ്റ് ഒരു ഫ്രെയിമായി. ഇനി ഒന്നും കൂടി ടൈറ്റൻ ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് ഇങ്ങനെ
ചക്രങ്ങളുണ്ട്. ഇത് ഇതിൻ്റെ അകത്തുകൂടിയാണ് ഈ സാധനങ്ങൾ ഫിക്സ് ചെയ്യണം. ഇതൊക്കെയാണ് ഇതിലൂടെയാണ് ഈ കേബിൾ വരുന്നത്. ഇതിൻ്റെ ഒന്ന് മനസ്സിലാക്കണം നമ്മുടെ. ഓക്കെ സി ഫൈനലി ഈ കേബിളിൻ്റെ പരിപാടി ശരിയായി എന്നാണ് വിചാരിക്കുന്നത്. നമ്മളൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു ഇത് അയക്കുന്നതിന് മുന്നേ. ഇപ്പോൾ ഭാഗ്യത്തിന് അതിൻ്റെ ഒരു ഇതൊക്കെ നോക്കി ഒരു ലെവലിൽ സെറ്റ് ചെയ്തു. ഇനി എല്ലാം ഒന്ന് ടൈറ്റൻ ചെയ്യാനുണ്ട്. ഓക്കെ എന്ന് തോന്നുന്നു അല്ലേ? എല്ലാം ഓക്കെ ഇത് ഓക്കെ ഇത് ഓക്കെ. ഇനി എല്ലാം ഒന്ന് ടൈറ്റൻ ചെയ്താൽ മതി എന്നാണ്. ഫൈനലി 2 സ്ക്രൂ ബാക്കി. ഓക്കെ, ചിലപ്പോൾ എവിടെയെങ്കിലും ആവശ്യം വരുമായിരിക്കും, നോക്കാം. സംഭവം ഫിക്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. അവസാനം നമ്മൾ ഇവർ 2 സ്ക്രൂ ബാക്കി, 1 സ്ക്രൂ ബാക്കി വന്നു. ഇതിനി എവിടുത്തെ സംഭവമാണെന്ന് എങ്ങനെ അറിയുന്നതാണ് ഞാൻ നോക്കുന്നത്. ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഈ സ്ക്രൂവിൻ്റെ പൊസിഷൻ എന്തിൻ്റെ സ്ക്രൂ ആയിരിക്കും? എന്തായാലും ഒന്നും കൂടി ഒന്ന് ഫൈനൽ ടച്ച് നോക്കട്ടെ. എന്തിൻ്റെയും ഒരു സ്ക്രൂ ആണ്, ചെറിയ സ്ക്രൂ ആയതുകൊണ്ട് ഇവിടത്തെയാണോ ഇതൊക്കെ ചെയ്തല്ലോ. നോക്കാം ഫൈനലി ഒരു ചെക്ക് ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും ഗൈസ് ഓൾമോസ്റ്റ് സെറ്റായി. ഇതാണ് നമ്മുടെ ഇതെല്ലാം ഒന്ന് ടൈറ്റൻ ചെയ്യാനുണ്ട്. ഒക്കെ എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യത്തിന് കറക്റ്റ് ചെയ്ത് ശരിയല്ലെങ്കിൽ അഴിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ടൈറ്റ് ആക്കിയില്ല, ഒക്കെ ഭയങ്കര ലൂസാക്കിയിട്ടായിരിക്കുന്നു. ഇനി ഇതെല്ലാം ടൈറ്റൻ ചെയ്ത് നമ്മൾ വീണ്ടും നമ്മുടെ ജിം പരിപാടികളിലോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു ഗൈസ്. ഇത് കുറേ സമയത്തെ പരിപാടിയാണ്, രാവിലെ മുതൽ തുടങ്ങിയതാണ്. ഒരാൾ വന്ന് അഴിക്കാനും ഉണ്ടായിരുന്നു, ഫിക്സ് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അതിന് കുറച്ച് ഹെൽപ്പ് ചെയ്തു. പിന്നെ വീഡിയോ എടുക്കുന്നത് മനുവാണ്. അപ്പോൾ താങ്ക് യു. നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ബൈ, സീ യു ബൈ.